ഹായ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും പരിചിതമായി തന്നെയുള്ള ബട്ടർ ചിക്കനുമായിട്ടാണ്. അപ്പം ഞാൻ കുറച്ചളവിൽ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നു. അതിനായി ഞാൻ ഗ്യാസിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട്, പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇത് ഇറക്കി വെച്ചെടുക്കാം. എല്ലാ ചിക്കനും ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർ ബോൺലെസ് ചിക്കൻ തന്നെ എടുക്കാം. ഞാൻ പിന്നെ എല്ലിലെ ചിക്കൻ തന്നെ എടുത്തത്, കാരണം എല്ലോട് കൂടിയ ചിക്കനാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുക. അപ്പോൾ അതൊന്ന് ചെറുങ്ങനെ മുരിഞ്ഞിട്ട്, അങ്ങനെ ഒരുപാട് ഫ്രൈ ആവണ്ട, കുറച്ചൊരു പാകത്തിന് ആയാൽ മതി. അത് നമുക്കിവിടെ അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ അത് ഫ്രൈ ആക്കാൻ വെച്ച ചിക്കൻ ഏകദേശം ആയിട്ടുണ്ട്. ഇതിൻ്റെ മൂടി ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്താ വെച്ചാൽ കുറേശ്ശെ വെള്ളം ഇറങ്ങുമല്ലോ ഇതാകുമ്പോൾ. അപ്പോൾ ഇതെല്ലാം തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാം തിരിച്ചിട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇനി ഇത് മൂടി വെക്കണ്ട, അല്ലാതെ തന്നെ സിമ്മിലിട്ടിട്ട് ഫ്രൈ ആവട്ടെ. നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം. ഇനി നമുക്ക് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ ഏതൊക്കെ സാധനം വേണമെന്നൊന്നും കൂടി നോക്കാം. അതിനായി ഞാൻ ഒരു 2 തക്കാളി, ചെറിയ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു വലിയ സവോള എടുത്തിട്ടുണ്ട്. സവോള അങ്ങനെ ചെറുതായിട്ടൊന്നും കട്ട് ചെയ്യണ്ട, ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് കസൂരി മേത്തിയാണ്. കസൂരി മേത്തി ഇതിന് നിർബന്ധമായിട്ടും വേണ്ടതാണ്. പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബട്ടർ ചിക്കൻ എന്ന് പറയുമ്പോൾ ബട്ടറാണല്ലോ കൂടുതൽ. ഞാൻ ഒരുപാടൊന്നും എടുത്തിട്ടില്ല, കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട്. ഒരു 3 ഏലക്കായി 3 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. കറുവപ്പട്ട ഇടണം, അത് ഞാൻ എടുത്ത് വെക്കാൻ വിട്ടുപോയതാണ്. പിന്നെ ഒരു പിടി അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ഫ്രഷ് ക്രീം ഉപയോഗിക്കുന്നില്ല. അതിനകത്ത് വേണ്ടത് എന്താ വെച്ചാൽ ഫ്രഷ് ക്രീം വേണം, പക്ഷേ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നില്ല. അതൊക്കെ നമ്മൾ പരമാവധി ഒഴിവാക്കുന്നതല്ലേ. അതിനായിട്ട് ഞാനിതിന് കുറച്ച് പാലെടുത്തിട്ടുണ്ട്, അതായത് പശുവും പാല് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും വേണം. നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിപ്പോൾ അതേ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിന് ഒരു ചെറിയ കഷ്ണം ബട്ടറും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. നന്നായി വഴന്ന് വരട്ടെ. മൊരിയലല്ല, നമ്മളിങ്ങനെ വഴന്ന് വരണം. ഇത് അരക്കേണ്ട സാധനമല്ല, അതുകൊണ്ട് ഇതൊന്ന് വഴന്ന് വരട്ടെ. ഉള്ളി ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് നമ്മൾ മുറിച്ച് വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയതാണ്. ഞാൻ 2 കൂടി ഒന്നിച്ചാക്കിയതായിരുന്നു. അത് നമുക്കൊരു ടീസ്പൂൺ ഇടാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മളെടുത്ത് വെച്ച മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നല്ല പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കാം. ഇതിനകത്തോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഇളക്കി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഏകദേശം ഇത് വഴന്നായിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ ഗ്രാമ്പു എടുത്ത് വെച്ച ഗ്രാമ്പും ഒരു കഷ്ണം കറുവപ്പട്ടയും ഏലക്കായും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നന്നായി ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടും കൂടി വേവിക്കാം. ഇനി നമ്മൾ ഇത് നമുക്കൊന്ന് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇനി അരക്കാൻ കിട്ടുന്നില്ല, കുറച്ച് വെള്ളം കൂട്ടിയിട്ടായാലും അരക്കാം. അപ്പോൾ നല്ല ഫൈനായിട്ട് അരച്ച് വരാം. നമുക്കതിൻ്റെ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ബട്ടർ ഇടുന്നില്ല, കുറച്ച് ബട്ടർ ഒഴിച്ചു. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം. മൊത്തം ബട്ടറാകുമ്പോൾ ഭയങ്കര ചോവയില്ലേ, അതുകൊണ്ടാണ്. അത് ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ ഈ അരച്ച് വെച്ച പേസ്റ്റില്ലേ, അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം.
ഇത് നന്നായി നല്ല ഫ്ലെയിമിൽ തന്നെ വഴറ്റി കൊടുക്കുക. നല്ല പോലെ നല്ല വഴറ്റിയെടുക്കുക. നല്ല മണമൊക്കെ വരാൻ തുടങ്ങി. ഏകദേശം അതിലത്തെ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരുന്നു. നല്ലപോലെ ഇട്ട് വരുന്നുണ്ട്. നല്ല അടിപൊളിയായി വരുന്നുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ഈ നമ്മൾ കാച്ചി വെച്ച പാലില്ലേ അത് ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായി ഇളക്കാം. നല്ലപോലെ പാലിൽ കിടന്ന് കുറച്ച് ചൂടുവെള്ളം കൂടി അതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. അത് വിട്ടുപോയതാണ്. കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ തിളക്കുന്നുണ്ട്. കണ്ടോ ഗ്രേവി നല്ല. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ ടൊമാറ്റോ സോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തോട്ട് നമുക്ക് വറുത്ത് വെച്ച ചിക്കനാണ് ഇനി ഇടേണ്ടത്. അതിലേക്ക് ആ വറുത്ത് വെച്ച ചിക്കൻ ഇതിനകത്തോട്ട് ഇട്ടു. നമുക്കത് തീയനി നല്ല ഫ്ലെയിമിൽ തന്നെ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അതെല്ലാം ചെയ്യുമ്പോൾ ഉപ്പിട്ടിനെങ്കിലും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ പിടിക്കൂലേ. ഇതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ച കസൂരി മേത്ത് നന്നായി ഞെരടിയിട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമുക്ക് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ മേലെ ഒരു ചെറിയ ബട്ടറും കൂടി ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. പിന്നെ ഇനി വേണ്ടുന്നവർക്ക് ആവശ്യമുള്ളവർക്ക് ഫ്രഷ് ക്രീം ഇതിൻ്റെ മുകളിലേക്ക് കൂടി ഒഴിച്ച് കൊടുത്താൽ കുറച്ചും കൂടി വേണ്ടാവും. പക്ഷെ ഞാൻ ഫ്രഷ് ക്രീം ഉപയോഗിക്കാത്തതെന്ന് വെച്ചാൽ നമ്മൾ അണ്ടിപ്പരിപ്പ് നല്ലപോലെ അരച്ചിട്ടുണ്ട്. അപ്പം ഫ്രഷ് ക്രീമിൻ്റെ ചുവ അധികം വേണ്ടല്ലോ, അതുകൊണ്ടാണ് ഫ്രഷ് ക്രീം ഒഴിക്കാത്തത്. അപ്പോൾ ഇതാ നമ്മുടെ ബട്ടർ ചിക്കനിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഇപ്പം നല്ല മണവും ടേസ്റ്റെല്ലാം നല്ല മണം വരുന്നുണ്ട്. നല്ല കസൂരി മേത്തിയുടെ സ്മെല്ല്. കസൂരി മേത്തി എന്തായാലും ഇതിന് ആവശ്യമാണ്. ഏറ്റവും നല്ലൊരു ഫ്ലേവർ വരുന്നത് കസൂരി മേത്താണ്. പിന്നെ ബട്ടറും എല്ലാം കൂടി നല്ല അടിപൊളി ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.